ഈ പുതുവർഷത്തിൽ, അതായത് 2025 വർഷം, ജ്യോതിഷപരമായി പല പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും രാശി മാറുന്ന വർഷമാണ്. സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹുകേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു. ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ്. അത്തരത്തിൽ 2025 വർഷത്തിൽ ഈ രാശിമാറ്റം കൊണ്ട് വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിന്റെ അവസാന നക്ഷത്രപാദത്തിൽ ജനിച്ചവർ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും കൂടാതെ ബിസിനസ്സിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത്. അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു. ആ സമയങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വേണ്ട രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ്. പുതുവർഷം മെയ് മാസം 18 രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും മാറുന്നു. അതുപോലെ തന്നെ മാർച്ച് മാസം 29 ശനി മീനം രാശിയിലേക്ക് മാറുന്നു. വ്യാഴം മെയ് മാസം 14 മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ മാസം 18 കർക്കിടകത്തിലേക്ക് കടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം 5 മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപഗ്രഥിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 2025 വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടി കോടീശ്വരന്മാരാകാനും വീട്, വാഹനം മുതലായവ വാങ്ങുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനുമെല്ലാമുള്ള അനുകൂലമായ സമയത്തെയാണ് പറയുന്നത്. മേൽപ്പറഞ്ഞ സമയം വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം മെയ് മാസം 14 വരെ തന്റെ ഏറ്റവും അനുകൂല ഭാവമായ 7 നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിനാൽ തന്നെ ഇവർക്ക് വ്യാഴത്തിന്റെ എല്ലാ അനുഗ്രഹവും സിദ്ധിക്കുന്നതാണ്. കൂടാതെ വ്യാഴം ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ ഭാഗ്യസ്ഥാനമായ 9 പ്രവേശിക്കും. ഈ സമയവും ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതിന് ഇടയാകുന്നതാണ്. 9ാം ഭാവത്തിലെ വ്യാഴത്തിന് ഉച്ചവും വക്രവും ഉള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനലാഭവും നിധി പോലെയുള്ള വസ്തുക്കളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. കൂടാതെ അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിത രക്ഷയും രോഗദുരിതങ്ങളിൽ നിന്നും മോചനവും ലഭിക്കും. 2025 വർഷത്തിൽ വാഹനം വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും മറ്റ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണിത്. അതിനാൽ തന്നെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. വൃശ്ചിക രാശിക്കാർക്ക് വിവാഹ സംബന്ധിയായി മെയ് മാസം 31 മുതൽ ജൂലൈ മാസം 26 വരെയും സെപ്റ്റംബർ മാസം 15 മുതൽ ഒക്ടോബർ മാസം 9 വരെയുള്ള കാലഘട്ടം ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ. പൂർണ്ണമായും തള്ളിക്കളയണമെന്ന് ഞങ്ങൾ പറയുകയില്ല. ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ്.
സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും ഈ സമയത്തുണ്ടാകാം. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപെടുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ സമയങ്ങളൊഴികെ ബാക്കി സമയം വിവാഹത്തിന് അനുകൂലമാണ്. എന്നിരുന്നാലും ജനുവരി 1 മുതൽ മെയ് മാസം 14 വരെയുള്ള കാലഘട്ടവും ഡിസംബർ 5 മുതൽ 31 വരെയുള്ള കാലഘട്ടവും ഇവർക്ക് വിവാഹത്തിനായി ഏറ്റവും അനുകൂല സമയമാണ്. ഈ സമയത്ത് വിവാഹം നടത്തിയെടുക്കുന്നതിനായി എല്ലാ രീതിയിലും പരിശ്രമിക്കേണ്ടതാണ്. വിവാഹം മുടങ്ങിക്കിടക്കുന്നവരും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവരുമെല്ലാം നല്ല രീതിയിൽ ശ്രമിച്ചാൽ ഈ സമയം വിവാഹം നടക്കുന്നതാണ്. ശുക്രൻ 5 സഞ്ചരിക്കുന്ന ജനുവരി 28 മുതൽ മെയ് മാസം 31 വരെയും വ്യാഴം 9 ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെയുമുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. 9 ഭാവത്തിലെ വ്യാഴത്തിന് ഉച്ചവും വക്രവും ഉള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനലാഭവും നിധി പോലെയുള്ള വസ്തുക്കളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. ഈ കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ്. ഈ സമയങ്ങളിൽ ലോട്ടറി മുതലായവ അടിക്കുന്നതിനും ഷെയർ മാർക്കറ്റ് മുതലായ ധനാഗമ മാർഗങ്ങളിലൂടെയും വളരെ അനായാസമായി ധനലാഭം സൃഷ്ടിക്കാനും കുംഭം രാശിക്കാർക്ക് സാധിക്കും. ഈ സമയം ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും. പുതിയ വീട് വെക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനുമെല്ലാം ഈ സമയം കാരണമാകുന്നതാണ്. വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ഈ സമയം സിദ്ധിക്കും. വൃശ്ചിക രാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ്സിൽ നിന്നും ലാഭം നല്ലപോലെ നേടുന്നതിനുമായി ചുവടെ പറയുന്ന സമയങ്ങൾ ഉത്തമങ്ങളാണ്. ഫെബ്രുവരി 11 മുതൽ 27 വരെയും മെയ് മാസം 7 മുതൽ 23 വരെയും ജൂൺ 6 മുതൽ ജൂൺ 22 വരെയും സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെയും പിന്നീട് ഡിസംബർ മാസം 29, 30, 31 എന്ന തീയതികളും ഇവർക്ക് അനുകൂലമാണ്. ഈ കാലഘട്ടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കേണ്ടതാണ്. ഇവർക്ക് പുതുതായി ബിസിനസ് തുടങ്ങുന്നതിനും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ നല്ല വിജയം സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും PSC എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ്. വൃശ്ചിക രാശിക്കാർക്ക് ജോലി സംബന്ധമായി മാർച്ച് മാസം 14 മുതൽ മെയ് 15 വരെയുള്ള കാലഘട്ടവും ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെയും തുടർന്ന് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെയും അനുകൂലമാണ്. ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും PSC എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ്. തന്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ചയുണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും. അടുത്തതായി വൃശ്ചിക രാശിക്കാർക്ക് സ്ഥലസംബന്ധിയായി ജൂൺ മാസം 7 മുതൽ സെപ്റ്റംബർ മാസം 13 വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ്. ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതാണ്.
പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ്. വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് രോഗസംബന്ധിയായി ജനുവരി 21 മുതൽ ഏപ്രിൽ 3 വരെയും തുടർന്ന് ഒക്ടോബർ മാസം 27 മുതൽ ഡിസംബർ 7 വരെയുള്ള കാലഘട്ടവും പല വിധേനയുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുള്ളൊരു സമയമാണ്. ആ സമയങ്ങളിൽ വരുന്ന ചെറിയ രോഗമാണെങ്കിൽ പോലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതാണ്. എന്നാൽ മെയ് മാസം 14 തീയതിയോടുകൂടി വ്യാഴം അഷ്ടമഭാവത്തിലേക്ക് പ്രവേശിക്കും. ഇതിവർക്ക് ഒട്ടും ഗുണപ്രദമല്ല. അഷ്ടമഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും അനാവശ്യ യാത്രകളും യാത്രാ ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വരും. ബന്ധുക്കളൊത്തോ കൂട്ടുകാരോടൊത്തോ കലഹിക്കുന്നതിനോ കേസ് വഴക്കുകളിൽ പോയി പെടുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയാകുന്നതാണ്. എന്നാൽ വ്യാഴം ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ ഭാഗ്യസ്ഥാനമായ 9 പ്രവേശിക്കും. ഇത് ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതിന് ഇടയാകുന്നതാണ്. 9ാം ഭാവത്തിലെ വ്യാഴത്തിന് ഉച്ചവും വക്രവുമുള്ളതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനലാഭവും നിധി പോലെയുള്ള വസ്തുക്കളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. വൃശ്ചികം രാശിക്കൂറുകാർക്ക് ശനി നിലവിൽ 4ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ശനിയുടെ രാശിമാറ്റവും ഇവർക്ക് ഒട്ടും അനുകൂലമല്ല. ശനി 4ൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ പലവിധേനയുള്ള സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഇവർക്ക് അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ വന്നേക്കാം. ഇനി ശനി മാർച്ച് മാസം 29 തീയതി രാശി മാറി 5ാം ഭാവത്തിലേക്ക് കടക്കുന്നു. ഈ സമയത്ത് അഗ്നിയോ വിഷമോ നിമിത്തം പലവിധേന ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിനും സ്വജനങ്ങളുടെ വേർപാട് മുതലായവ ഉണ്ടാകുന്നതിനുമെല്ലാം കാരണമാകുന്നതാണ്. കൂടാതെ മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെ ഭാഗ്യകാരകനായ വ്യാഴത്തിന്റെ അഷ്ടമസ്ഥിതിയും നിമിത്തം ഈ കാലഘട്ടങ്ങളെല്ലാം വളരെ ശ്രദ്ധ പുലർത്തി മറ്റുള്ളവരോട് ഇടപഴകേണ്ടതും ജോലിയിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. കഴിയാവുന്ന തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനും മനസ്സിനെ പാകപ്പെടുത്തുന്നതിനും ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.